നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതും ആകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട
ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാൻ വീണ്ടെടുക്കുവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും കർത്താവിന്റെ ശരീര രക്തങ്ങൾ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവീൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ ആൾക്കാർക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലുള്ള ലൈറ്റിലത്രയും നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിൻ നാം ഉച്ചരിക്കുന്നുവെങ്കിലും ഞങ്ങൾ അനീതി വിട്ട് വന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തു ദൈവത്തെ ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിരനാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടി തങ്കലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി
നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിന്ന് നമ്മെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിന് പിൻപ് 25-ാം ഞായറാഴ്ചയും സഭയ്ക്ക് ഞായറുമായി ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ ഐക്യത്തിന്റെ ആഘോഷം. തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് നിത്യപ്രകാശമായ ദൈവമേ, അന്ധകാരത്തെ അകറ്റാൻ ഈ ലോകത്തിലേക്ക് വെളിച്ചമായി വന്ന യേശു ക്രിസ്തുവിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിശ്വാസ സമൂഹത്തിൽ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വൈവിധ്യങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏകയിടയനായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏക ആട്ടിൻകൂട്ടമാണ് ഞങ്ങളെന്ന് വിശ്വസിക്കുന്നു. ഐക്യമുള്ളവരായിരിക്കാനും വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുന്നതോടൊപ്പം ഭിന്നതകളെ തരണം ചെയ്യുവാനുമുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. വൈവിധ്യങ്ങൾ ഞങ്ങളുടെ ഐക്യത്തെ ശക്തിപ്പെടുത്തുവാൻ കാരണമാകണമേ. അന്ധകാരം ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സമ്മതിക്കാതെ തണ്ടിന്മേൽ കത്തിച്ചു വെച്ച് വിളക്ക് പോലെ അന്ധകാരത്തെ അകറ്റാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്കും കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. തിരുവചന ഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. 1-ാം പാഠം. ഒന്നാം പാഠം സഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ. The book of Zechariah, chapter 4, verses beginning from 1 to 14. സഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി, നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ, മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കിൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലതുഭാഗത്ത് ഒന്നും ഇടതുഭാഗത്ത് ഒന്നും, ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനനെ, ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ഇത് എന്താകുന്നു നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ ഞാൻ എന്ന് പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാലത്രേ സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു. അതിന് ഞാൻ അവനോട്, വിളക്ക് തണ്ടിന് ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള 2 ഒലിവ് മരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2-ാം പ്രാവശ്യം അവനോട്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊൻനിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കമ്പ് എന്ത് എന്ന് ചോദിച്ചു. അവൻ എന്നോട്, ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അതിന് അവൻ, ഇവർ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. ഇവിടെ 1-ാം പാഠം വായിച്ച് അവസാനിക്കും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം ബാക്കി പ്രതിവാക്യമായിട്ട് വായിക്കും.
ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിലേക്കുള്ള സങ്കീർത്തനം 27 സങ്കീർത്തനം, സാംസ് 27. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ എപ്പോഴും ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ വചനത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ എന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള എന്റെ ശത്രുക്കളുടെ മേൽ തല ഉയരും. ഞാൻ അവരുടെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം അരുളണമേ. എന്റെ മുഖം അന്വേഷിക്കരുത്, നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്റെ ഹൃദയം പറയുന്നു. യഹോവയെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ, കള്ളസാക്ഷികളെ നശിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനോടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശിക്കുക. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം പാഠം വായിച്ചു. Today's second lesson is taken from 1 Corinthians chapter 3 verses 10 to 14. 1 Corinthians chapter 3 verses 10 to 14. According to the grace of God which is given unto me as a wise master builder, I have laid the foundation, and another buildeth thereon. But let every man take heed how he buildeth thereupon. For other foundation can no man lay than that is laid, which is Jesus Christ. Now if any man build upon this foundation gold, silver, precious stones, wood, hay, stubble, every man's work shall be made manifest, for the day shall declare it, because it shall be revealed by fire, and the fire shall try every man's work of what sort it is. If any man's work abide which he hath built thereupon, he shall receive a reward. Here ends the second lesson. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 14-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവ തിരുവചനം, The Gospel according to St. Matthew chapter 5 verses 14 to 16. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴെയല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു.
അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ആരാധനയിൽ കർത്താവിനെ സ്തുതിപ്പാനായിട്ട് ദൈവം നമുക്ക് ഒരു നല്ല അവസരം കൂടെ നൽകിയല്ലോ. കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശിഷ്യ നമ്മോടൊപ്പം ഇന്ന് ആയിരിക്കുന്ന ഡോക്ടർ ബെഞ്ചമിൻ ജോർജിനെയും ഡോക്ടർ ജോൺ ഉമ്മനെയും ഡോക്ടർ അന്നമ്മ ജോണിനെയും സ്വാഗതം ചെയ്യാനായിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം വചന ശുശ്രൂഷയിൽ ദൈവത്തെ സ്തുതിപ്പാനും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ഡോക്ടർ ബെഞ്ചമിൻ ജോർജ് ആണ്. തമ്പി ഡോക്ടറെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ 405 കീർത്തനം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹിം നമ്പർ 405.
പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാത സമയത്തിനായിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്നെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും പാപികളായ അടിയങ്ങൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പാപികളാകുന്ന ഞങ്ങൾ ഇതിനൊന്നും യോഗ്യതയുള്ളവരല്ല, നിന്റെ കരുണ മാത്രം. യേശുവേ, ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന ആ സമയത്ത് നിന്റെ വചനം ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ആത്മാവ് ഞങ്ങൾ ഓരോരുത്തരും ഇടപെടണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കോയമ്പത്തൂര് ഈ എൻ്റെ രണ്ടാമത്തെ ഭവനം എന്ന് പറയാം. ഇറ്റ്സ് മൈ സെക്കൻഡ് ഹോം. സോ ഐ ഹാഡ് നോ പ്ലാൻസ് ടു ലീവ് കോയമ്പത്തൂർ, but Lord had different plans. But still, I take it as a privilege to, and my desire to come back to Coimbatore every time when it is possible, especially in my journey to go to the several hospitals in India. I make it a point to come via Coimbatore, see my old friends and my community here, and especially some of my good friends like Dr. John Mann and Anu. They gather my attention, and they are really. I'm so proud of Coimbatore, and Coimbatore CSI Church has really grown a lot. And in spite of COVID and all the restrictions, you are having regular services, I heard, and I am proud of the church and the members, and the divine guidance which God is showing to each and every one of you. I was surprised I knew that Sugachan had, when he was coming from New York, I knew that, he is coming to Coimbatore, and I actually gave some informations about Coimbatore and such a good congregation he is coming to. So I'm sure he is satisfied. But yesterday when I came to Dr. John's house, I found out that he is living next door. So then I disturbed him in the night and said hello to him, and then so that was the reason I am standing today. I wish I didn't come last night. Well, it is God's grace, and it's a privilege for me to share the word of God with you. I remember last time when I came here, probably in 2018, I had the privilege to share the word of God with you. Today, as we are thinking about the Unity Sunday, it's a very special
event in the life of Christians. What makes us united and what transforms us so that we can be united? That is the thought that which is bringing out of all the lessons that we read today. How can we see the light which is emanating for us, looking for us, searching for us? The light is always with us, and the light is continuing to be with us, and it never leaves us. ലൈറ്റ് വെളിച്ചം നമ്മളെ വിട്ടു പോവുകയില്ല, എങ്ങനെയാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. At the same time, darkness, that also doesn't leave us. അന്ധകാരം, മനുഷ്യന്റെ ജീവിതത്തിലെ അന്ധകാരത്തിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മെ വിട്ടുപോകത്തില്ല. But it depends on how you keep them under control and looking only at the light. So we have if we look carefully, we have got a transforming light, a light which is able to comfort us, a light which leads us into goodness, holiness, gives good knowledge, wisdom, grace and hope and God's revelation of His ministry. That is the light which we need to think about today. At the same time, the darkness doesn't leave us. But what does it give? It gives three important things: evil, sin and depression. So you see the contrast between the light and the evil. What is residing in our churches today? Is it the light that will be producing all those effects, or the darkness which can easily turn a human being into an animal? I wish our church is not that. 1833, John Henry Newman, he was a poet, a philosopher, a preacher. He was in Italy, and so he felt a burden to go and preach in England. But he became suddenly sick and he couldn't travel at that time. And finally, when he was ready to travel, he started a sea voyage. As we know, during those days, it was mainly the ship that you take to different places. But he was stranded in a strait, a place called the Strait Bonifacia. So there was his ship had problems, so there was no way of traveling further to England. He was so upset and worried, he was so burdened about England, which was in utter chaos. He wanted to go and preach. So he was bitterly crying over it, and then the cook who was with him asked, "What is going on?" So when he said about the story, he started writing the famous lines of "Lead, kindly light." I just wanted to sing one stanza from that. Kindly love amid the circling gloom, lead down the night is dark and I am far from home. Lead thou me, give thou my faith
us to see the distant sea, one step enough for me. Praise the Lord. John Newman was so depressed. The thing which transformed him at that point and made a new being is, after writing this song, "From the light of the Lord which he saw," he knew that his mission is going to be completed. And so ultimately he could travel to the mainland, and then that was a blessed journey. And remember, this is a song which had given strength to millions of people all over the world. Today I would like to introduce a person who is a very, very familiar person to most of you, all of you. I would like to turn your attention to the letter to Galatians, chapter 1, verse 23 and 24. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. They only heard the report, the man who formerly persecuted us is now preaching the faith. He once tried to destroy, and they praised God because of me. So Paul is writing the letter to the church of Galatians, and giving if you look carefully, verses 11 to chapter 1, verses 11 to 23 is a short autobiography of Paul. In nutshell, he says, who he was, what he went through, and what he is today. That's because of the light which has come to him, has transformed him. That is the transforming light that I want to introduce today. Paul writes, "I want you to know, brothers, that the gospel I preached is not something that man made up. I did not receive it from any man, nor was I taught it. Rather, I received by the revelation from Jesus Christ." As all of you know, Paul, when he was Saul, he was the disciple of, who was the teacher of Saul or Paul? പോളിന്റെ ടീച്ചറിന്റെ പേരെന്നാ? ആരുടെ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ച പുള്ളി? നോട്ട് ഇൻ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റി അല്ലേ? ഓർക്കണില്ലേ ആരാണെന്ന്? ഒരു പ്രൊഫസറാ പുള്ളിയെ പഠിപ്പിച്ചേ. അന്നൊക്കെ ഇപ്പൊക്കെ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നീറ്റ് നാറ്റ് എന്നൊക്കെ എഴുതി എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, അതൊക്കെ എഴുതി പാസ്സായെങ്കിലേ കിട്ടുള്ളൂ. ആൻഡ് ദോസ് ഹു ഡു വെരി വെൽ ഗെറ്റ് അഡ്മിഷൻ. അതുപോലെ Saul also had to write an entrance test to join a professor. Who was there? What is his name? അത് പറയുന്ന ഒരാൾക്കൊരു പ്രൈസ് കിട്ടും. ആരാ? പ്രൊഫസർ? പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. Well, you are probably smart. I appreciate your answer. Professor Gamaliel. His name was Gamaliel. ഓർക്കുന്നോ? ഇപ്പൊ ഓർക്കുന്നില്ലേ? Gamaliel was the teacher of Paul. So Paul was, those days, it is like getting admission to IIT Madras. IIT Madras admission കിട്ടണമെങ്കിൽ പ്രയാസം അല്ലേ? അല്ലെങ്കിൽ CMC വെല്ലൂരിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പ്രയാസം, അല്ലെങ്കിൽ പിന്നെ
ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പ്രയാസമാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഗമാലിയലിന്റെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പ്രയാസമായിരുന്നു. So Paul could get it, and he was the top ranker. Why? Because he was a very intelligent man, smart guy. So he could easily get admission there, and he studied completely all the philosophies, all the Jewish traditions, all the Jewish customs, and there was nothing else he could study. But was he complete? No, he was not complete. He was transformed the day when the light was shown to him on the way to Damascus. That is exactly what he is telling here. I did not receive this from anyone. Nobody told me this. I was with Gamaliel for several years. Gamaliel taught me everything, but I did not hear or see what the light from the Lord had shown. The transforming light from the Lord. That light is waiting for you and me and everyone. I am sure Paul would have been such a dissatisfied person with the teachings of Gamaliel. He was still searching for the ultimate. And he saw the ultimate when the light of the Lord came to him on the way to Damascus. So Paul is testifying here that I heard the news from Gamaliel, but that did not satisfy me. That did not clearly give me the right understanding of God, but the light from the Lord has transformed me. For you have heard my previous ways of life in Judaism, how intensely I persecuted the church of God and tried to destroy it. I was advancing in Judaism beyond many Jews of my own age, and was extremely zealous for the traditions of my fathers. But when God, who set me apart from birth and called me by his grace, was pleased to reveal his Son in me, so that I might preach him among the Gentiles. See how humble Paul is becoming. He was such a proud man. I know everything. I know all the philosophies of Judaism, and this is the എനിക്ക് പിന്നെ ന്യായാധിപന്റെ ചീട്ട് ജഡ്ജിന്റെ ചീട്ട് എൻ്റെ കയ്യിലുണ്ട്. I can go and destroy the entire Christian church. I can kill anyone. ആ ഒരു അഷുറൻസോടുകൂടി പുള്ളി അങ്ങ് യാത്രയാണ്. And what kind of transformation comes when the Lord meets him? The light of the Lord changes him. The light of the Lord transforms and make him the most humble man. And he could, as നമുക്കെല്ലാം അറിയാം, Jews, they don't want to mingle with any Gentile. They think that anybody other than the Jewish children, they are all below the poverty line. No, you cannot talk to them, you cannot see them, you cannot communicate with them. See, Paul understands that even before I was born, my good Lord had seen me and has transformed. He was preparing, God was preparing Paul for the ultimate transformation when the ultimate light was shown to him on the way to Damascus. That's the power of the light. And then what happens? That I might preach among the Gentiles. And I did not consult any man, nor did I go up to Jerusalem to see those who were apostles before I was, but I went immediately to Arabia and later returned to Damascus. So his consultant was only God. He knew that the Lord came directly to him, and then I have to respond to him directly. And then that
transformed. More than any other disciples during the time of Jesus, the person who could influence the entire world is Paul. The letters which he has written has gone like wildfire to the entire world at that time, and it is resonating through the entire universe all throughout. Every day, every minute, what Paul had written is being is told and retold. And people are getting the joy and the satisfaction and the transforming experience through the writings which God made Paul write. What a joy! What a transforming light fell on the life of Paul. So I just want to remind us what a powerful transformation can the light from the Lord can do it in our life. All of us know Sadhu Sundar Singh. Of course, he went to England to study. He learned, he heard about the Lord in England, and then he just left it like that. He came back. He was very disturbed. He comes from a very aristocratic Hindu family. He was so disturbed and he didn't know what to do. He asked, what did he ask? All of you കേട്ടിട്ടുണ്ടാ കഥ? സ്വന്തം മുറിയിൽ പോയിരുന്ന് പുള്ളി പ്രാർത്ഥിച്ചു, നീ ഒരു ദൈവമാണെങ്കിൽ ഇന്ന് എൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടണം, അല്ലെങ്കിൽ ഞാൻ ഈ കല്ലിനെയും ഈ പടത്തെയും ആരാധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സാധു സുന്ദർ സിംഗിന്റെ മുന്നില് the powerful light was shown. The Lord himself appeared to him. That completely transformed his life, and he became the apostle of India. Can you imagine? Saint Thomas, the doubting Thomas, he was in total disbelief. He didn't want to believe. How can a man go on the cross and then come and be buried? And then Jesus was telling about his resurrection, but they never understood. And so Saint Thomas was one disciple who could never fathom that possibility. He was dead and buried and gone. But when the real light came to him and it touched him, that transformed him completely, and he made a decision to travel all the way to India. Imagine. We are all the descendants of that tradition because of one man made a decision to turn around and make a decision to come. All of us know about Bishop Pakenham Walsh. Bishop Walsh was a bishop in India. He came as a pastor who was teaching in Bishop's College in Calcutta, where many of our achans and bishops study. And so Bishop Walsh, after finishing his education, he didn't want to go back to England. Most of the missionaries, they decided to go back to their own home countries. But Bishop Walsh said, I came to serve the Lord and I'm going to be in this country. The light of the Lord touched him. And then the rest of the thing is history. You know, Bishop Pakenham Walsh with his wife came and settled down in Tadagam, a place 15 miles from here. And that transformed his entire village was transformed. This man, old man, thin, frail man will be walking from Tadagam. I don't know, നിങ്ങൾക്ക് പലരും തടാകത്തൊക്കെ പോയി കാണാം, അതുകൊണ്ട് അറിയാം, സ്ഥലം അറിയാം. തടാകത്ത് വില്ലേജിൽ നിന്ന് രാവിലെ ഒരു വണ്ടിയിൽ പുള്ളി അവിടുന്ന് ചാണകവും റോഡിലുള്ള ചാണകവും വാരി കൊണ്ടുവന്ന് അവിടെ തോട്ടം ഉണ്ടാക്കി ടൊമാറ്റോയും നട്ട്. Why should he do it? Because the love of the Lord transformed him, so he could show a light to the villagers around. The first volleyball team in Tamil Nadu was
Tadagam team, which was supposed to be the best team. The older people, when I was working in Tadagam, അവർ പറയും ഇങ്ങനെ ബിഷപ്പുകാരെ വോളിബോൾ കളിക്കാൻ പഠിപ്പിച്ചെന്ന്. ഈ ടൊമാറ്റോ അവിടെ നാട്ടില് ഇങ്ങനെ ചുമ്മാ കാട് പോലെ വളരുകയായിരുന്നു. അവർക്കാർക്കും അറിയത്തില്ലായിരുന്നു ഈ ടൊമാറ്റോ കഴിക്കാൻ പറ്റുന്നതാണെന്നുള്ളത്. സോ ഈ ടൊമാറ്റോ കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് മമ്മി, ബിഷപ്പിന്റെ വൈഫ് മമ്മി കാണിച്ചപ്പോഴത്തേക്ക് people were so wondering. And today, they probably produce more tomatoes than anywhere else in the world. So, the love of the Lord has transformed the entire village because of one man. Bishop Beckenham has transformed the lives of so many young people. I still remember one of the teachers who was very close to me when I was working in Tadagam came and told me what a humble man he was. Bishop Beckenham was the son of a very rich man. Whatever you see in Tadagam, the entire wealth from his property was sold in England and then was brought, and he bought the land here. And so why did he do that? Why, he could have just gone and relaxed back in England. But that transformed. The light which touched his life transformed the life of thousands and thousands of people. So, all of us know about Graham Stein, the missionary from Australia who was working in Bihar or Orissa, no? In Orissa, am I right? In Orissa. What happened to him? The light which he saw, he and his family came here and lived here, and the rest of the story is you know better than me. Why was it? Why he was touched by the Lord that he could transform the lives of more than he took one more step ahead. He became a sacrifice so that the life of thousands of people are transformed in that area and even the world around. His wife, after the heinous murder, went to the jail and saw. None of the people around her wanted to go and see him. The police didn't give him permission. So he had to get a permission from the magistrate to go and see him. So finally, when he saw, what she said? Did she say that, you are such a wretched man? What did she say? I love you. Why? Because the light which was shown to her, she could show it to others. And she said, I love you. I don't hate you. I don't hate you because I am sure my husband is in the right place with the Lord. And he is still speaking to thousands of people. That is the power of the light. And you know what happened to the man who killed the fanatic Hindu? He's a pastor now. Can you imagine that? That is the power of the light. Is this power of the light touching us today so that will transform us to be transformed by the light, which will transform the lives of many other people, which will be able to comfort us, which will lead us into holiness of life, which will lead us to goodness, true knowledge, wisdom, grace, hope, and God's real revelation. This light is what is needed for us and for our church today. Our church is going through a tough time. The church which the Lord founded through St. Thomas is no longer the church that we see in Kerala today. We have got more strong, committed believers in the Adivasi villages of Orissa, in the Adivasi villages of Attapadi, than the so-called Suryani Christianity from Kerala. Of course, our people had been instrumental in that, but the core church in Kerala has forgotten the light,
and they are taking the darkness. They are experiencing the evil, the sin, and the depression. This is a time when we have to start singing, "Lead, kindly light. Show us the light." We need to make a new start, a new change. I hope this meditation will revive us, me and our families, our children, our grandchildren, that the life of our church may be renewed. And may God bless you all. Thank you for the opportunity. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുകയും നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രസ്താവിക്കുകയും ചെയ്യാം. നിത്യാവിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും നായക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകർക്കും മുമ്പേ താൻ ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ ദൈവം, പ്രകാശം, സത്യദൈവം, സത്യദൈവം, ജനിപ്പിക്കലുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവനാണ്, സ്വരവുമുണ്ടായി. അവൻ മനുഷ്യനായി നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി, പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ അവതരിച്ച് മനുഷ്യനായി തീർന്നു, പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മുഖത്തോടെ വീണ്ടും വരും. അവന്റെ അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട ബോധപ്പെടുന്നവനും പ്രവാചകനെ പറയിച്ച പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പാവമല്ലാത്ത ബപ്തീസ്മേന അനുസരിക്കുന്നു. മരിച്ചോട് പുനരുത്ഥാനത്തിനും വരുവാൻ ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ആരാധനയിൽ കർത്താവിനെ സ്തുതിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ ഇന്ന് ആരാധനയിലെ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ തമ്പി ഡോക്ടറോടുള്ള ബെഞ്ചമിൻ ജോർജ് ഡോക്ടറിനോടുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ ദൈവം തമ്പുരാൻ വരുന്ന നാളുകളിൽ അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച കൂടിയ സഭയുടെ ചർച്ച് കമ്മിറ്റിയിൽ നമ്മുടെ മെഡിക്കൽ ഫണ്ടിനെ പറ്റി ചിന്തിക്കുകയും അത് കാര്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യണം എന്ന് ചിന്തിക്കുകയും ഇന്ന് എന്നോട് അതിനെപ്പറ്റി അനൗൺസ് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുകയും ഉണ്ടായി. ആ സമയത്താണ് ഡോക്ടറിൻ്റെ സാന്നിധ്യം ലഭിക്കുന്നതായിട്ട് മനസ്സിലായത്. തൻ്റെ വിവിധങ്ങളായുള്ള മേഖലകളിലെ പ്രവർത്തനങ്ങൾ ഡോക്ടർ എത്രമാത്രം അനുഗ്രഹകരമായി ചെയ്യുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതോടൊപ്പം നമുക്കും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും മെഡിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുള്ളവർക്ക് അതിനായിട്ട് സഭയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ നമ്മളാൽ കഴിയുന്നത്രയും പങ്കുചേരുവാനായിട്ടും അതൊരു ആവശ്യമുള്ള സമയത്ത് നമ്മളൊരു റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ നിന്നുപരിയായിട്ട് അതൊരു ഫണ്ടായിട്ട് നമുക്കുണ്ടെങ്കിൽ ആവശ്യമുള്ള പ്രയാസമുള്ള മനുഷ്യർക്ക് ആവശ്യമുള്ളവർക്ക് അത് നൽകുവാനായിട്ട് സാധിക്കും. അപ്രകാരം ചെയ്യാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പതിവ് പോലെയുള്ള പ്രയർ മീറ്റിംഗ്സ് ഈ ആഴ്ചയിലും ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരങ്ങളിൽ ഓൺലൈൻ പ്രയർ മീറ്റിംഗ്സ് ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഇനിയും സാറ്റർഡേയ്സിലുള്ള പ്രയർ മീറ്റിംഗ്സ് കൊയർ പ്രാക്ടീസിൻ്റെ പ്രത്യേകമായ ക്രമീകരണങ്ങൾ നിമിത്തം കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ ബുധനാഴ്ച വൈകുന്നേരമുള്ള ഏരിയ പ്രയർ മീറ്റിംഗ് മിസ്റ്റർ അലക്സ് ആമോസിന്റെ ഭവനത്തിൽ വെച്ച് വൈകുന്നേരം 7:30 മുതൽ നടത്തപ്പെടുന്നതാണ്. പ്രാർത്ഥനയോടെ അതിൽ സംബന്ധിപ്പാനായിട്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. വരുന്ന ഞായറാഴ്ച സൺഡേ സ്കൂൾ സൺഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അത് നമുക്ക് സാധിച്ചില്ലല്ലോ. വരുന്ന ഞായറാഴ്ച അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ അധ്യാപകരുമായിരിക്കും ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതും പ്രസംഗവും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ അതിൽ സംബന്ധിപ്പാനായിട്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ സഭയ്ക്ക് മിഷണറി സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പ്രത്യേകമായ ശുശ്രൂഷയുണ്ടല്ലോ. ഈ വർഷത്തെ ഒരു മിഷണറി സപ്പോർട്ടിന് നമുക്ക് 60,000 രൂപീസോളം ആവശ്യമാണ്. മിഡ്ലാൻഡ് മിഷനെയാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ സഹകരിപ്പാൻ തക്കവണ്ണം സഭാജനങ്ങളുടെ പ്രത്യേകമായ ശ്രദ്ധയെ അതിലേക്ക് ക്ഷണിക്കുന്നു. ക്രിസ്മസ് കരോൾ സർവീസ്, അതിനെപ്പറ്റി ഞാൻ നേരത്തെ തന്നെ പറയാനായിട്ടുള്ള കാര്യം, അത് ക്രമീകരിച്ചിരിക്കുന്നത് ഡിസംബർ മാസം 12-ാം തീയതി വൈകുന്നേരം 6:30 നടത്തുവാനായിട്ടാണ്. എന്താണ് നേരത്തെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ കോയമ്പത്തൂർ ഡയസസിന്റെ ബിഷപ്പ് ഇവിടെ വരുവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും അങ്ങനെയെങ്കിൽ അത് വൈകുന്നേരം കരോൾ സർവീസിനോട് ചേർന്നാകട്ടെ എന്ന് താല്പര്യപ്പെടുകയും
ഗായക സംഘത്തിന് സമയം വളരെ കുറവാണെങ്കിലും അവര് ആ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഗായക സംഘത്തോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഡിസംബർ 12-ാം തീയതി വൈകുന്നേരം 6:30 മുതലുള്ള സമയം എല്ലാ സഭാജനങ്ങളും പ്രത്യേകമായിട്ട് ഒന്ന് മാറ്റിവെക്കാനായിട്ടും ഗായക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കരോൾ ഗാന ശുശ്രൂഷയിൽ പങ്കെടുപ്പാനായിട്ടും പ്രത്യേകം അറിയിക്കുന്നു. അന്നത്തെ ശുശ്രൂഷയിൽ കോയമ്പത്തൂർ ഡയസിന്റെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റെവറൻ തിമോത്തി രവീന്ദർ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതുമായിരിക്കും. അത് അനുഗ്രഹകരമായ ശുശ്രൂഷ ആയിരിക്കട്ടെ. ദേവാലയത്തിൽ വെച്ച് ആയിരിക്കും ആ ക്രമീകരണം ചെയ്യുന്നത് എന്നും പ്രത്യേകമായിട്ട് എല്ലാവരുടെയും അറിയിപ്പിലായിട്ട് പറയുന്നു. സ്നാക്സും ന്യൂസ് ലെറ്റേഴ്സും ഒക്കെ സ്പോൺസർ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ദശാംശ സമർപ്പണത്തിനുമുള്ള അവസരമുണ്ട്. അതിനായിട്ടും എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. നമുക്കിപ്പോൾ പാട്ട് പാടുമ്പോൾ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറിക്കുള്ള പ്രിയപ്പെട്ടവർ അങ്ങനെ ആരും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ടൈത്തിന്റെ പ്രാർത്ഥന ആ സമയത്ത് ചെയ്യാവുന്ന. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ തലകളെ വണക്കുവാനും സ്തുതി സ്തോത്രം അർപ്പിപ്പാനും പ്രത്യേക അവിടുത്തെ സന്നിധിയിൽ ദൈവമേ ഈ നാളുകളിൽ അവിടുത്തെ കൃപ ഇത്രത്തോളം പ്രാപിച്ച് ജീവിപ്പാനും അങ്ങയെ പൊഴുത്തുവാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചുവല്ലോ. ഞങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നവയിൽ നിന്ന് കർത്താവെ സന്തോഷത്തോടെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നതായ ഞങ്ങളുടെ കാഴ്ചകളെ സ്വീകരിപ്പാൻ അവിടത്തേക്ക് ഇഷ്ടമുണ്ടാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് സമർപ്പിക്കുന്ന പ്രിയ മക്കളെ അനുഗ്രഹിക്കണേ. മാസം തോറും അങ്ങയുടെ സന്നിധിയിൽ ദശാംശം സമർപ്പിപ്പാനായിട്ട് കർത്താവെ ഞങ്ങൾ സഭയായിട്ട് താല്പര്യപ്പെടുകയും അപ്രകാരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങനെ അവിടുത്തെ സന്നിധിയിൽ ഇന്ന്
ദശാംശം സമർപ്പിക്കുന്ന പ്രിയ മക്കളെ അവിടുന്ന് അധികമായിട്ട് അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. വരുന്ന നാളുകളിൽ നൽകുവാനായിട്ട് സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്രകാരം നൽകി അവിടുന്ന് നൽകുന്ന നന്മകൾക്കായിട്ട് നന്ദി അർപ്പിക്കാൻ, സ്തുതിസ്തോത്രം അർപ്പിക്കാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് ക്രിസ്തുയേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കുകയും കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ താഴ് സമർപ്പിക്കുകയും ചെയ്യാം. നാം കേട്ട വചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവേ, അവിടെ നിന്ന് അനേകരുടെ ജീവിതത്തിൽ പ്രകാശം പകരുകയും ആ പകർന്ന പ്രകാശം മറ്റനേകർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്തതുപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും അവിടുത്തെ പ്രകാശം പകരുവാൻ ഇഷ്ടമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തലനെ പോലെ, തോമസ് അപ്പോസ്തലനെ പോലെ, ബിഷപ്പ് പെക്കൻഹാം വാഷിനെ പോലെ, ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെ കർത്താവെ, അങ്ങയുടെ ആ പ്രകാശം പ്രാപിച്ചവരായി, ആ പ്രകാശത്തിൽ കർത്താവെ അവിടുന്നാകുന്ന പ്രകാശത്തെ പ്രാപിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ ശോഭിപ്പാൻ, മലമേലുള്ള പട്ടണം പോലെ പ്രകാശിപ്പാൻ, തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്കുകളെ പോലെ ശോഭിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുത്തെ വലിയ കൃപ പകർന്ന് അനേകർക്ക് അനുഗ്രഹമായി തീരുമണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് മാറ്റണമേ, തിരുകൃപയിൽ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ഭവനങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് അവിടുത്തെ കൃപ കൊണ്ട്, കരുതലുകൊണ്ട്, കാവലുകൊണ്ട് അവിടുന്ന് വഴി നടത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ മകനെ പ്രാർത്ഥനയിൽ ഓർക്കാം. കടന്നു നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആരാധനയ്ക്കായിട്ട് കടന്നു വരുവാൻ താല്പര്യപ്പെട്ടിട്ടും അതിന് കഴിയാതെ ഇരിക്കുന്ന പലരുമുണ്ടല്ലോ. അനേകരെ ആ നിലയിൽ ശക്തീകരിക്കുന്ന കർത്താവിൻ്റെ കൃപയെ നാളുകൾ ദൈവമേ അവിടെ ധാരാളമായിട്ട് പകർന്ന് ദൈവമേ അവിടുത്തെ കൃപ കൊണ്ട് നിറച്ച് ആലയത്തിൽ വന്നങ്ങെ സ്തുതിപ്പാനും ബോധപ്പെടുത്താനും കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, പ്രായത്തിൻ്റെ ഓരോ അവസ്ഥകളിലിരിക്കുന്ന എല്ലാവരെയും, അധ്വാനിപ്പാൻ കർത്താവ് കൃപ നൽകിയിരിക്കുന്ന എല്ലാവരെയും, പ്രായത്തിൻ്റെ ക്ഷീണതകളിലിരിക്കുന്നവരെയും പ്രാർത്ഥനയിലാകും. പ്രത്യേകിച്ച് നാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് നൽകുന്ന ബലത്തിനായിട്ട് കൃപകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു എന്ന ദൈവസ്ഥാനത്തിൽ നന്ദിയോടെ ഓർത്തുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ശാരീരിക പരിമിതികളും ക്ഷീണവും ഒക്കെ അനുഭവിക്കുന്ന നമ്മുടെ പല പ്രിയപ്പെട്ടവരുമുണ്ടല്ലോ. കുര്യൻ തോമസ് അങ്കിളിനെ മാറ്റിയും പ്രാർത്ഥനയിൽ ഓർക്കാം, നെൽസനങ്കിളിനെ മാറ്റിയും പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രിയപ്പെട്ടവർക്കൊക്കെ കർത്താവെ അവിടുത്തെ കരുതലും കൃപയും അധികമായിട്ട് ലഭിക്കാൻ, അവിടുത്തെ ബലം പ്രാപിച്ചുകൊണ്ട് അങ്ങേ സ്തുതിപ്പാനും ബോധപ്പെടുത്തുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അകലെയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കാം. പഠനത്തിനായിട്ട്, ജോലിക്കായിട്ടൊക്കെ പോയിരിക്കുന്നവരെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനിയും പോകുവാനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ക്രിസ്മസിന്റെ സമയങ്ങളിലൊക്കെ മടങ്ങി വരുവാനായിട്ടും അവധിക്കാലങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരുടെ ആയിരിക്കാനൊക്കെ താല്പര്യപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കാം. അങ്ങനെ സഭയുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സഭയുടെ പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദക്ഷിണേന്ത്യ സഭയെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ ഐക്യത്തിലുള്ള മറ്റ് സഭകളെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവിൻ്റെ കൃപ ഒരു സാക്ഷ്യമായി ഈ ലോകത്തിൽ പകരുവാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പല ചിന്തകളുടെ പേരിൽ ഭിന്നിച്ചു പോകാതെ, വിഘടിച്ചു പോകാതെ ഒരു സാക്ഷ്യം ദൈവമേ ലോകത്തിൽ, അത് അങ്ങയുടെ നാമമഹത്വത്തിനായിട്ടുള്ള ക്രൈസ്തവ സാക്ഷ്യമായിരിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ സഭകളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ഞായറാഴ്ച സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ നേതൃത്വത്തിലുള്ള ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും മാതാപിതാക്കളെ ഒക്കെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിനെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. ഡിസംബർ 12 തീയതിയുള്ള ഗായക സംഘത്തിന് നേതൃത്വത്തിലുള്ള ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ച സമർപ്പിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലെ സ്തോത്രത്തോടെ സമർപ്പിക്കുകയും ചെയ്യാം. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും കർത്താവ് ലോകത്തിൽ ഒരു പ്രകാശമായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിലെ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. ഇരുൾ നമ്മെ മൂടിടുമ്പോൾ ലോക വെളിച്ചമായി അവനണയും.
രോഗികളായിടുമ്പോൾ സൗഖ്യദായകനവൻ കരുതും. അവനാലയത്തിൽ സ്വർഗനന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും. അവനാലയത്തിൽ സ്വർഗനന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാൻ തിന്മയാകെ മായ്ക്കുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ. പുതുജീവനെന്നിൽ പകരുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ. പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ഈ ലോകത്തിന്റെ ഇരുട്ടുകളുടെ മധ്യത്തിൽ വെളിച്ചമായിരിക്കുന്ന കർത്താവിൽ നിന്ന് വെളിച്ചം പ്രാപിച്ച ദൈവമേ, ലോകത്തിൽ വെളിച്ചമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സൗഖ്യദായകനായിരിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ ബലം പകരുന്ന, അങ്ങയിൽ നിന്ന് ബലം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ബലഹീനമായ കുറവുകളുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ കൃപ പകരണമേ. ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ലിഥാനി അപേക്ഷകൾക്കായിട്ട് ഉപയോഗിക്കാൻ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യം പറയുകയും ചെയ്യാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോക സമാധാനത്തിന് വേണ്ടിയും വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ ധർമ്മരാജ് റസാലം എന്ന നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും പി.സി. സിംഗ് എന്ന ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും തിയഡോഷ്യസ് എന്ന മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും സാബു ചെറിയാൻ എന്ന നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകും. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുണ്ടാകും. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ്, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.
വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിന്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ യോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതല്ല ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനൊപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കുമായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ദൈവം തമ്പുരാന്റെ അനുഗ്രഹമായ ദിവ്യമായ സമാധാനം നമുക്ക് പ്രാപിക്കുകയും പങ്കിടുകയും ചെയ്യാം. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം അല്ലെങ്കിൽ പീസ് ബി വിത്ത് യു എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യാം. ക്രിസ്തുവിന്റെ സമാധാനം. നമുക്കെല്ലാവർക്കും ചേർന്ന് ക്രിസ്തീയ ഗീതങ്ങളിൽ 220 ഗീതം പാടുകയും ദൈവനാമോഹത്വത്തിനായിട്ട് സ്തോത്ര വഴിപാട് അർപ്പിക്കുകയും ചെയ്യാം. 220. Satya
നിൽക്കവേ തന്റെ നിലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം യോഗ്യരായ ഞങ്ങൾ നിങ്കലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. മുട്ടകളെ നടക്കി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവേ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യ ദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രന് ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയുള്ള സകലവും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവദൂതന്മാരോടും പ്രധാന ദേവദൂതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും വിവിധ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ചൊല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പൂഴ്ത്തിയും മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ തന്നേക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മരണത്തെ കുറിച്ച് ഇടവിടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താനുറ്റി കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു, പറഞ്ഞു,
വാങ്ങി ഈ ഭക്ഷിപ്പിനത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരത്തിന് അവൻ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമാകും. നിങ്ങൾ ഇതിനെ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ആമേൻ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കർത്താവായ ദൈവമേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹിമപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ഈ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിക്കപ്പെട്ട് ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹ എന്ന തലയാകുന്ന അവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരവും തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതല്ലോ. ആമേൻ. നാം കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഓർപ്പിക്കപ്പെട്ട പ്രകാരം ദൈവമേ, അവിടുന്ന് ആകുന്ന പ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് ലോകത്തിൽ വെളിച്ചമായിരിക്കാൻ, അനേകർക്ക് അനുഗ്രഹമായിരിക്കാൻ, മലമേലുള്ള പട്ടണം പോലെ തണ്ടിന്മേലുള്ള വിളക്ക് പോലെ ശോഭിപ്പാൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളോട് അവിടുന്ന് കരുണ ചെയ്യണമേ, കൃപ ചെയ്യണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവസന്നിധിയിൽ വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വിനയത്തിന്റെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളോട് നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ?
ജീവന്റെ അപ്പവും സത്യമുദ്രയുള്ളയുമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശരീരവും രക്തവും പ്രാപിപ്പാനായിട്ട് വിശ്വാസത്തോടെ മുൻപോട്ട് വരാം.
നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ കൽപ്പന അനുസരിച്ചുകൊണ്ട് നാം ഈ അപ്പവും വീഞ്ഞും തിരുക്കൃപയിലും ഉപയോഗത്തിനുമായിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയും സാന്നിധ്യവും പുനരുത്ഥാനത്തിന്റെ ശക്തിയും നമ്മോടും കർത്താവിന്റെ ശരീര രക്തങ്ങളെ സ്വീകരിച്ച എല്ലാവരോടുമായി എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സാക്രമന്ത് വിശ്വാസാൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രണ്ടാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ വിശുദ്ധ മർമ്മങ്ങൾ ക്രമമായി കൈക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ നിന്റെ പുത്രന്റെ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മഹാവിലയേറിയ ശരീരവും രക്തവുമാകുന്ന ആത്മീയ ആഹാരം കൊണ്ട് പോഷിപ്പിക്കാൻ നിനക്ക് ഇഷ്ടം തോന്നുന്നതോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അതിനാൽ ഞങ്ങളിലേക്ക് നിനക്കുള്ള കൃപയും നന്മയും കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ സകല വിശ്വാസത്തിലും അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമായി നിന്റെ പുത്രന്റെ ജ്ഞാന ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ട സാക്ഷാൽ അവയവങ്ങളാകുന്നുവല്ലോ. നിന്റെ ഇഷ്ടപുത്രന്റെ മഹാവിലയേറിയ മരണത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പുണ്യങ്ങൾ മൂലം ആശയാൽ ഞങ്ങൾ നിന്റെ നിത്യരാജ്യത്തിന് അവകാശികളുമാകുന്നു. ഈ നിശ്ചയം ഞങ്ങൾക്ക് നൽകിയിരിക്കാനായി ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യും. അതുകൊണ്ട് കർത്താവേ, ഇവിടെ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും വിവേകവും വിശുദ്ധിയും ജീവനുമുള്ള യാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ആ വിശുദ്ധ കൂട്ടായ്മയിൽ ഞങ്ങൾ നിലനിൽക്കുവാനായിട്ടും ഞങ്ങൾ ചെയ്യേണ്ടതിനായിട്ട് നീ ഒരുക്കിയിരിക്കുന്ന സകല സൽക്രിയകളെയും പ്രവർത്തിക്കുവാനായിട്ടും നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്റെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആരാധനയിൽ കടന്നു വന്ന എല്ലാവരെയും സന്തോഷത്തോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് തമ്പി ഡോക്ടറിന്റെയും ഡോക്ടർ ജോണിന്റെയും ഡോക്ടർ അന്നമ്മയുടെയും സാന്നിധ്യത്തിനായിട്ട് ദൈവത്തെ പ്രത്യേകം സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുകയും ജ്ഞാനകീർത്തനങ്ങൾ 205 കീർത്തനം ചേർന്ന് പാടുകയും ചെയ്യും.
ഞങ്ങളുടെ ഈ സംസ്ഥാനത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കവും പ്രയാസങ്ങളും പലവിധത്തിലുള്ള കെടുതികളുമായിട്ട് ജനങ്ങൾക്ക് കലയത്തിന് ഒരുപാട് ശാരീരിക പരിശ്രമങ്ങളും മറ്റ് മാനസികമായ അസുഖങ്ങളും ഒന്നും അതിന് കഴിയാതിരിക്കുന്ന ആരോഗ്യത്തിനാണ് നൽകിയ നിങ്ങളുടെ വെളിച്ചത്തിനായിട്ട് നാട്ടിലൂടെ ലോകത്തിൽ അനേക രംഗങ്ങളിലേക്ക് നയിക്കുന്നതായ സഹായിക്കുന്നതിന് സന്തോഷത്തോടെ കഴിയുന്നതിന് വളരെ അഭിമാനങ്ങളെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി ചെയ്യുകയാണ്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവിനോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.